ഇന്ന് സെപ്റ്റംബർ 30 ലോക പോഡ്കാസ്റ്റ് ദിനം. ദൃശ്യമാധ്യമങ്ങൾ ലോകത്തെ അടക്കി വാഴുന്ന കാലമാണിത്. എന്നാൽ ഒരു കാലത്ത് ശ്രവണ മാധ്യമത്തിന്റെ അനന്തര സാധ്യതകൾ നമുക്ക് മുന്നിലെത്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. അതാണ് റേഡിയോ യുഗം. വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വേർതിരിവുകളില്ലാതെ ഏതൊരാൾക്ക് മുന്നിലേക്കും വാർത്തകളും വിനോദങ്ങളും എത്തിച്ചു തന്ന ഒരു ലഘുമാധ്യമം. ഇന്നത്തെ മൊബൈലും ഇന്റർനെറ്റും പുതുതലമുറയെ സന്തോഷിപ്പിക്കും പോലെ നമ്മുടെ പൂർവികന്മാർ പലരുടെയും ജീവിതത്തെ സുന്ദരമാക്കിയ ഒരു മാധ്യമം അതായിരുന്നു റേഡിയോ. എന്നാൽ കാലക്രമേണ ദൃശ്യമാധ്യമങ്ങൾ ആ സ്ഥാനം കീഴടക്കി തുടങ്ങി. പുതിയ സാഹചര്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു മാറ്റം ശ്രവണ മാധ്യമങ്ങൾക്ക് അനിവാര്യമായിരുന്നു. അങ്ങനെ മറ്റു പരമ്പരാഗത മാധ്യമങ്ങളെ പോലെ റേഡിയോയും അനുരൂപമായ മാറ്റങ്ങളോടെ ഇന്റർനെറ്റിലേക്ക് ചേക്കേറി. ഇന്റർനെറ്റും റേഡിയോയും ജനസ്വീകാര്യതയാണ് പോഡ്കാസ്റ്റുകൾ എന്ന പുതിയ സാങ്കേതിക രൂപത്തിന്റെ ഉദയത്തിന് കാരണമായത്. വർക്കൌട്ടിനിടയിലോ വീട്ടിലെ അല്ലറച്ചില്ലറ ജോലികൾക്കിടയിലും ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒരു പശ്ചാത്തല മീഡിയം എന്ന നിലയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും വിവരാധിഷ്ഠിത ചർച്ചകളിൽ ഏർപ്പെടാനും പോഡ്കാസ്റ്റുകൾ നമ്മെ സഹായിക്കുന്നു. മുമ്പ് ഓഡിയോ ബ്ലോഗുകൾ എന്നറിയപ്പെടുന്ന പോഡ്കാസ്റ്റുകൾക്ക് 1980-കളിൽ വേരുകളുണ്ട്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസിന്റെയും ഐപാഡ് പോലുള്ള പോർട്ടബിൾ ഡിജിറ്റൽ ഓഡിയോ പ്ലേബാക്ക് ഉപകരണങ്ങളുടെയും വരവോടെ 2004 അവസാനത്തോടെ പോഡ്കാസ്റ്റിംഗ് പിടിച്ചു നിൽക്കാൻ തുടങ്ങി. ഇന്ന് ഇന്റർനെറ്റിൽ 1,15,000-ലധികം ഇംഗ്ലീഷ് ഭാഷാ പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. കൂടാതെ ഡസൻ കണക്കിന് വെബ്സൈറ്റുകളും ലഭ്യമാണ്. 2014 ആദ്യമായി പോഡ്കാസ്റ്റിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്നതിനായി ലോക പോഡ്കാസ്റ്റ് ദിനം ആരംഭിക്കപ്പെട്ടു. ഈ ദിനം പോഡ്കാസ്റ്റ് നിർമ്മാതാക്കളെയും ശ്രേതാക്കളെയും ഒത്തുചേരാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഓഡിയോ മീഡിയയുടെ ശക്തിയും സ്വാധീനവും ഉയർത്തിക്കാട്ടുകയും ഓരോരുത്തരുടെയും ശബ്ദം ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിനം കൂടിയാണിത്. പോഡ്കാസ്റ്റ് ഒരു പ്രചോദനമാകാൻ തുടങ്ങിയതോടെ ലോകമെമ്പാടും വിവിധ മേഖലകളിലുള്ള ആളുകൾ അവരുടെ കഥകളും ആശയങ്ങളും പങ്കുവയ്ക്കാൻ ഈ മാധ്യമം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ബ്ലോഗിംഗ് പോലെയുള്ള എഴുത്തു മാധ്യമങ്ങൾ പോലെ തന്നെ പോഡ്കാസ്റ്റിംഗ് ഒരു സ്വതന്ത്ര വേദി കൂടിയാണ്. പോഡ്കാസ്റ്റിംഗ് ആശയവിനിമയത്തിന് പരിധികളില്ലാത്ത സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത്. പരമ്പരാഗത മാധ്യമങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോഡ്കാസ്റ്റുകൾ ശബ്ദമാധ്യമങ്ങളുടെ ഫലപ്രാപ്തിയും ആഴവും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്ലാറ്റ്ഫോം നൽകുന്ന സാങ്കേതിക സൗകര്യങ്ങളും സവിശേഷതകളും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. വിവിധ മേഖലകളിൽ ഇന്ന് പോഡ്കാസ്റ്റുകൾ സജീവമായി ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ശബ്ദം എന്ന മാധ്യമത്തിന്റെ പദവി ഇവിടെ വീണ്ടും ഉയർത്തി വരികയാണ്. ലോകകപ്പ് ദിനം പോലെയുള്ള ആഘോഷങ്ങൾ ഈ നവമാധ്യമത്തിന്റെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ തിരിച്ചറിയുവാനും പോഡ്കാസ്റ്റർമാർക്ക് പ്രചോദനമാകാനും സഹായകരമാണ്. എങ്ങനെ പോഡ്കാസ്റ്റിന്റെ പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്താം എന്ന ചർച്ചകൾക്കും ചിന്തകൾക്കും ഈ ദിനം ഒരു വേദിയാവുകയും ചെയ്യുന്നു.